നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ബിജെപി യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാർട്ടി മാറ്റം ബിജെപി നേതൃത്വത്തോട് ഇടഞ്ഞ്. കെപിസിസി ഭാരവാഹികളുടെ വാർത്താസമ്മേളനത്തിനിടെ നാടകീയമായി വേദിയിലേക്കെത്തിയ സന്ദീപ് വാര്യരെ കെ സുധാകരൻ ഷാൾ അണിയിച്ച് വരവേറ്റു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വയനാടിനായി ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. SDRFൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ആ പണം വയനാട്ടിൽ ചെലവഴിക്കാൻ രേഖാമൂലം ഉത്തരവിറക്കാൻ തയ്യാറുണ്ടോ എന്നും കെ രാജൻ. പാലക്കാട്ടെ ഇരട്ട വോട്ട് വിഷയത്തിൽ BJP ഹൈക്കോടതിയിലേക്ക്. നിയമവശങ്ങൾ പരിശോധിച്ച് തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഇരട്ട വോട്ട് ഉൾപ്പെടെ വ്യാജ വോട്ടുകൾ ഒഴിവാക്കിയാൽ NDA 1,00,000 വോട്ടിന് വിജയിക്കുമെന്നും C. കൃഷ്ണകുമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായും RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയവരുടെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തിയെന്ന് ആരോപണം. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ പ്രതീകാത്മക പൂരം. ആനയ്ക്ക് പകരം ആളുകൾ നെറ്റിപ്പട്ടം പിടിച്ച് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരനടയിൽ നിരന്നുനിന്നു. കോടതി നിലപാടിനെതിരെ പൈങ്കുളം വാഴാലിക്കാവ് ദേവസ്വവും രംഗത്ത്. വാർത്തകൾ വിശദമായി. BJPയുടെ യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. BJP നേതൃത്വത്തോട് ഇടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം. പാലക്കാട് KPCC ഭാരവാഹികളുടെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വാര്യർ വേദിയിലേക്കെത്തിയത്. നേതാക്കൾ കൈകൊടുത്തും ഷാൾ അണിയിച്ചും സ്വീകരിച്ചു. വേദിയിൽ നേതാക്കൾക്കൊപ്പം ഇരിപ്പിടവും നൽകി. KPCC പ്രസിഡന്റ് K. സുധാകരൻ സന്ദീപ് വാര്യരെ ഷാൾ അണിയിച്ചു. ചെയ്യേണ്ട ഒന്ന് ഇപ്പുറത്തേക്ക്, ചെയ്യേണ്ട ഒരു സീറ്റിൽ അപ്പുറത്തേക്ക്. സോളൻ ഷോളിട്ട് പ്രസിഡന്റ് ഷോളിട്ട്. ഏകാധിപത്യ പ്രവണതയുള്ള, ജനാധിപത്യത്തെ പാടെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ. മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട, സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ. കേരളത്തിലെ CPIM-മായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ത്രിപുരയ്ക്കും സിക്കിമിനും ആന്ധ്രയ്ക്കും കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചു. വയനാടിനായി ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിനും കർണാടകയ്ക്കും സഹായം ലഭിച്ചത് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ രക്ഷാകർത്താവിന്റെ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരന്ത സമയത്ത് നൽകിയ സഹായം കേരളത്തിന് എപ്പോൾ നൽകുമെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. വയനാട്ടിലെ മനുഷ്യരുടെ മനസ്സിൽ മറ്റൊരു രൂപത്തിലാണ് കേന്ദ്രം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
സാധാരണ നിലയിൽ ഞങ്ങൾ ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ഇന്നലെ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു. കാത്തിരിക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. IMCTയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല ആലോചന നടത്തും എന്ന് വീണ്ടും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 110 ദിവസം പിന്നിടുകയാണ്, 109 ദിവസം. ഇത്ര കാലമായിട്ടും ആലോചന നടത്താറായിട്ടില്ലേ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയും ചെയ്യുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്ന ഒറ്റനോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? പൂരം വിഷയത്തിലും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തൃശൂർ പൂരത്തിൽ 2 തരം പ്രതിസന്ധികളാണ് നിലവിൽ നേരിടുന്നത്. എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമാണവ. 20-ന് വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരും. പൊതു അഭിപ്രായം രൂപീകരിച്ച് നാട്ടാന പരിപാലന ചട്ടത്തിലും നിലവിലെ പ്രതിസന്ധി സംബന്ധിച്ചും ഭേദഗതി സാധ്യമാകുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയവരുടെ കുടുംബാംഗങ്ങളുമായും പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തിയെന്നും സുരേന്ദ്രൻ പാലക്കാട്ട് ആരോപിച്ചു. പരാജയ ഭീതിയിലായ UDF-ഉം LDF-ഉം വർഗീയതയെ കൂട്ടുപിടിക്കുകയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. എന്താണ് VD സതീശൻ PFI നേതാക്കളുമായി നടത്തിയ ചർച്ചയെന്നും എന്താണ് കൊലപാതകികളുടെ കുടുംബങ്ങൾക്ക് സതീശൻ നൽകാമെന്നേറ്റ സഹായമെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. മുസ്ലിം കുടുംബങ്ങളിൽ ഭയപ്പാടുണ്ടാക്കുന്ന പ്രചരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. VD സതീശൻ പരസ്യമായി PFI നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു, കൊലയാളികളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നു, മുസ്ലിം സഹോദരി സഹോദരന്മാരെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു. വലിയ തോതിലുള്ള സാമുദായിക വർഗീയ പ്രചാരണത്തിനാണ് UDF നേതൃത്വം ഇവിടെ പരിശ്രമിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ഇതുവരെ VD സതീശനോ കോൺഗ്രസ് നേതാക്കളോ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇന്നലെ VD സതീശൻ കൽപ്പാത്തിയിലെ പരിപാടി കഴിഞ്ഞ് നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കും. പാലക്കാട്ടെ അതിദാരുണമായ 2 കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾ VD സതീശനുമായി ചർച്ച നടത്തിയിരിക്കും. സഞ്ജിത്ത് കൊലക്കേസിലെയും ശ്രീനിവാസൻ കൊലക്കേസിലെയും പ്രതികളുടെ കുടുംബാംഗങ്ങൾ എന്താണ് VD സതീശനുമായി ചർച്ച നടത്തിയത്? എന്ത് സഹായമാണ് അവർ VD സതീശനിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ആരാധനാലയങ്ങൾ തോറും നടന്ന് മുസ്ലിം സഹോദരി സഹോദരന്മാരെ വീടുകൾ കയറി കണ്ടും ഭയപ്പെടുത്തുന്ന ഒരു പ്രചാരണമാണ് കോൺഗ്രസ് ഇവിടെ നടത്തുന്നത്. വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട്ടെ ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഗ്രീൻ സ്ക്വാഡ് മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. SDPI പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. കേരളത്തിൽ തീവ്രവാദത്തിന് തുടക്കമിട്ടതായി ജയരാജൻ പറഞ്ഞ അബ്ദുൽ നാസർ മദനിയുടെ PDP പിന്തുണ CPM-നാണ്. ഈ CPM-ന്റെ പ്രചരണത്തിനാണ് മുഖ്യമന്ത്രി പാലക്കാട്ടെത്തുന്നത്. പരാജയഭീതി പൂണ്ട ഇരു മുന്നണികളും വർഗീയത അഴിച്ചുവിടുകയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇരട്ട വോട്ട് വിഷയത്തിൽ BJP ഹൈക്കോടതിയിലേക്ക്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ട് ഒഴിവാക്കിയാൽ 1,00,000 വോട്ടിന് NDA വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണെന്നും തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും C. കൃഷ്ണകുമാർ അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകളുണ്ടെന്ന് നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇരട്ട വോട്ട് ഒഴിവാക്കാമെന്ന് കലക്ടർ ഉറപ്പ് നൽകിയതാണ്. വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണല്ലോ വരുത്തിയത്. കലക്ടർക്ക് 6 മാസം കാത്തിരിക്കേണ്ടതാണ്. കഴിഞ്ഞ ഞാൻ ആ ഹൈക്കോടതി ഓർഡർ മീഡിയ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. ഹൈക്കോടതിയിൽ കലക്ടർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താ? എല്ലാ കുറ്റമറ്റ രീതിയിലാക്കും, പരിശോധിക്കും. ഒരു പരിശോധനയും ജില്ലാ കളക്ടർ നടത്തിയില്ല. ജില്ലാ കളക്ടർ CPM-ന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ്. CPM-നെയും കോൺഗ്രസിനെയും സഹായിക്കാനുള്ള ആളായിട്ട് ജില്ലാ കളക്ടർമാർ മാറിയിരിക്കുകയാണ്, ജില്ലാ ഭരണാധികാരി മാറിയിരിക്കുകയാണ്. എത്ര പരാതി ഞങ്ങൾ ഒഴിവാക്കിയ ആളുകളെ സംബന്ധിച്ചുള്ള പരാതി കൊടുത്തു. എന്ത് നടപടിയാണ് ആ BLO-നെതിരെ സ്വീകരിച്ചത്? CPM ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും ആ BLO-നെ 176 നമ്പർ BLO-നെ ജില്ലാ കളക്ടർ വിളിച്ചു വരുത്തി. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ജില്ലാ കളക്ടർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്?
അന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിന് വിരുദ്ധമാണ് ഇപ്പോഴും കളക്ടറുടെ നിലപാടെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. LDFും UDFുമാണ് ഇരട്ട വോട്ടുകൾ ചേർത്തത്. BJP നൽകിയ ലിസ്റ്റ് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. ബൂത്ത് തലത്തിലുള്ള പ്രിന്റ് ഔട്ട് ഫോട്ടോ ഉൾപ്പെടെ നൽകിയിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 2700 വോട്ടല്ല വ്യാജം. ഇരട്ട വോട്ട് ഉൾപ്പെടെ 40,000 വ്യാജ വോട്ടുകളുണ്ട്. ജില്ലാ വരണാധികാരി ഇടതുപക്ഷത്തിന്റെ തടവിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതല്ലെന്നും ഇരട്ട വോട്ട് ഒഴിവാക്കിയാൽ 1,00,000 വോട്ടിന് NDA വിജയിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. സാങ്കേതിക വിദ്യയുണ്ട്, AI ടെക്നോളജി ഉണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരേ ഫോട്ടോ വരുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മണിക്കൂറുകൾ മതി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. ഞാൻ ജില്ലാ ഭരണാധികാരിയോട് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളുടെ ലിസ്റ്റും അവരുടെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഉണ്ടല്ലോ, എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ ഭരണാധികാരി അത് പരിശോധിക്കാത്തത്? ജില്ലാ ഭരണാധികാരി ഇടതുപക്ഷത്തിന്റെ തടവിലാണ്, CPMന്റെ തടവറയിലാണ്. അവരെ കോൺഗ്രസിനെയും CPMനെയും സഹായിക്കാനായിട്ട് ഇത്തരം ഇരട്ട വോട്ടുകളെ അവർ ഒഴിവാക്കാൻ തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതല്ല. കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ സാറിന്റെ പരാജയത്തിനും പ്രധാന കാരണം ഈ CPMന്റെ വോട്ട് പറിക്കലും അതോടൊപ്പം തന്നെ ഈ ഇരട്ട വോട്ടുകൾ. ആ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP 25,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് ഇവിടെ വിജയിക്കും. ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് നിയമവശങ്ങൾ പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ആലത്തൂർ ലോക്സഭയിലും പാലക്കാട് ലോക്സഭയിലും വോട്ടുള്ള നിരവധി പേരുണ്ട്. BLOമാർക്കെതിരെ കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കലക്ടർ വ്യക്തമാക്കണം. CPM നൽകുന്ന പരാതിയിൽ മാത്രമാണ് കലക്ടർ വേഗത്തിൽ ഇടപെടുന്നതെന്നും സി കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ പൂരപ്രേമി സംഘം തൃശൂരിൽ പ്രതീകാത്മക പൂരം സംഘടിപ്പിച്ചു. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ ആനയ്ക്കു പകരം ആളുകൾ നെറ്റിപ്പട്ടം പിടിച്ച് നിരന്നുനിന്നായിരുന്നു പ്രതീകാത്മക പൂരം. ആന എഴുന്നള്ളിപ്പിൽ ദൂരപരിധിയടക്കം നിശ്ചയിച്ചിട്ടുള്ള മാർഗരേഖയിലാണ് പൂരപ്രേമികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുയരുന്നത്. ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശപ്രകാരം ഒരു പൂരവും നടത്താൻ സാധിക്കില്ലെന്നാണ് പൂരപ്രേമി സംഘം പറയുന്നത്. പൂരം നടത്തിപ്പിനെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പൂരോത്സവ കൂട്ടായ്മ എന്ന പേരിലാണ് പൂരപ്രേമി സംഘം പ്രതീകാത്മക പൂരം നടത്തിയത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെരുവനമാറാട്ടുപുഴ പൂരങ്ങളും നൂറുകണക്കിന് വർഷം പഴക്കമുള്ള തൃശ്ശൂർ പൂരവും, ലോകപ്രശസ്തിയാർജിച്ച തൃശ്ശൂർ പൂരവും, മേളപ്രധാനമായ കുട്ടനല്ലൂർ പൂരവും, ഉത്രാളിക്കാവ് പൂരവും, ഗുരുവായൂർ തൃപ്പൂണിത്തുറ ഉത്സവങ്ങളുമടക്കം നിരവധി ഉത്സവം നടക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അതിലെ ജീവിച്ചു പോകുന്ന വലിയൊരു സമൂഹത്തിൻ്റെയും അവസ്ഥ കോടതിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ട ഈ പൂരങ്ങൾ തനത് രീതിയിൽ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പൂരപ്രേമി സംഘത്തിൻ്റെ ഉദ്ദേശം. ഹൈക്കോടതിയുടെ പുതിയ മാർഗരേഖ തൃശൂർ പൂരത്തിന്റെ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാക്കുമെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശം പ്രായോഗികമായ രീതിയിലേക്ക് മറികടക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ കഴിയുമോ എന്ന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ആലോചിക്കണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പിന്നെ എലീത്ര മേളത്തിനകത്ത് വന്നതിന് ശേഷം തെക്കോട്ടിറക്കത്തിന് വരുമ്പോൾ ഏകദേശം 6-7 മണിക്കൂറോളം വരുന്നുണ്ട്. ഇതിനിടയിൽ ആനയ്ക്ക് വിശ്രമമുണ്ടെങ്കിലും ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശപ്രകാരം അവിടെ ഈ പരിപാടികൾ നടത്തണമെങ്കിൽ 3 സെറ്റ് ആനകളെ ഇവിടെ വെക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള ആനകൾ തന്നെ കിട്ടാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ഇതെല്ലാം തടസ്സമാകും. പിന്നെ തൃശ്ശൂർ റൗണ്ട് എന്ന് പറയുന്ന റോട്ടിലൂടെയാണ് മിക്കവാറും എല്ലാ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. എല്ലാ ഘടകപൂരങ്ങളും വരുന്നത് റോട്ടിൽ കൂടിയാണ്. റോട്ടിൽ കൂടെ ആനകളെ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴി കൂടെയാണ് ആന എഴുന്നള്ളിക്കുക എന്നൊക്കെ പ്രയാസം. അപ്പൊ ഇങ്ങനെ ഒരു പെട്ടെന്ന് യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുകളില്ലാതെ ഇത്രയും കർക്കശമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ അത് നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾക്ക്, പൂരങ്ങൾക്ക്
മറ്റെല്ലാ ആഘോഷ പരിപാടികൾക്കും, അത് ഏതെങ്കിലും മതത്തിന് മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആഘോഷ പരിപാടികളുടെയും പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകളെല്ലാം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ ദൂരം പാലിക്കണമെന്ന നിർദ്ദേശപ്രകാരം തെക്കോട്ടിറക്കം, മഠത്തിൽ വരവ് തുടങ്ങി പൂരം തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് തിരുവമ്പാടി ദേവസ്വവും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധവുമായി പൈങ്കുളം വാഴാലിക്കാവ് ദേവസ്വം ഭാരവാഹികൾ. കോടതി വിധി പുനഃപരിശോധിച്ചില്ലെങ്കിൽ പൂരം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാകുമെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. പൈങ്കുളം വാഴാലിക്കാവ് പൂരത്തിന് 16 ആനകളെ എഴുന്നള്ളിക്കാറുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എഴുന്നള്ളിപ്പ് സാധ്യമല്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വാഴാലിക്കാവ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വിധി പുനഃപരിശോധിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2025 മാർച്ച് 3-നാണ് അടുത്ത പൂരം ആഘോഷിക്കുന്നത്. ഇതിനു മുമ്പ് ഹൈക്കോടതി പുനർചിന്ത നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് കെ രാജേഷ് കുമാർ, സെക്രട്ടറി TV മുരളീധരൻ എന്നിവർ പറഞ്ഞു. ആശങ്കയും കൂടെ അതിനോടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ്. വെടിക്കെട്ടിന് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ, ചട്ടങ്ങളും മാറ്റിയതോടുകൂടി ഏകദേശം കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും വെടിക്കെട്ടുകളിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു. ഇപ്രകാരം ഇന്നലെ വന്ന കോടതിയുടെ പുതിയൊരു ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പുകളിലേക്കും കോടതികളുടെ നിരീക്ഷണവും കൂടെ ഉത്തരവും വന്നിരിക്കുകയാണ്. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. ഈ 3 മീറ്റർ പ്രകാരം പറയുമ്പോൾ 16 ആനകളെ വെച്ച് എഴുന്നള്ളിക്കുന്ന വാഴാലിക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 48-50 മീറ്ററോളം വീതി ഉത്സവപ്പറമ്പ് വേണമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൂടാണ്ട് ആനയും വാദ്യക്കാരും തമ്മിൽ 8 മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. മേഖലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പൈങ്കുളം വാഴാലിക്കാവ്. 2 വെളിച്ചപ്പാടും 2 കൊടിമരങ്ങളുമുള്ള ക്ഷേത്രമാണിത്. മാത്രമല്ല, ചലച്ചിത്ര പ്രവർത്തകരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് ഈ പ്രദേശം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശമംഗലത്ത് സഹോദരിയുടെ മരണവാർത്ത കേട്ട് തളർന്നു വീണ 15-കാരന്റെ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് രക്ഷിതാക്കളും ചികിത്സാ സഹായ സമിതിയും. തലശ്ശേരി ഉണ്ണിക്കുന്ന് കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുരളി, ആരായി ദമ്പതികളുടെ മൂത്ത മകനായ വിനീതിന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 13 വയസ്സുള്ള വിനീത മരിച്ചത്. സഹോദരിയുടെ മരണവിവരമറിഞ്ഞ വിനീത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമാണ് വിനീതിനെന്നും ഉടൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേ തുടർന്നാണ് രക്ഷിതാക്കളും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. തലശ്ശേരി ഉണിക്കുന്ന് കോളനിയിൽ നിരവധി വർഷങ്ങളായി താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുരളി, ആരായി ദമ്പതികളുടെ മൂത്ത മകനാണ് വിനീത്. മധുര മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിനീത് ഇപ്പോൾ. 3 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഇതിനായി വാർഡ് മെമ്പർ KA ഇബ്രാഹിം ചെയർമാനും MP മധു കൺവീനറും CP രാജൻ ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സുമനസ്സുകൾ കഴിയാവുന്ന സഹായം പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ 4226701000103334 എത്തിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി അഭ്യർത്ഥിച്ചു. മാതാവ് ആരായിയുടെ പേരിൽ ദേശമംഗലം ബ്രാഞ്ചിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത്. IFSC PUNB 04267000. വാർഡ് മെമ്പർ ശ്രീ ഇബ്രാഹിമിനെ ചെയർമാനായിട്ടും മധു MP കൺവീനറായും ട്രഷറായിട്ട് രാജൻ CPയും വൈസ് ചെയർമാനായിട്ട് കൃഷ്ണൻ, ജോൺ കൺവീനറായിട്ട് ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരികളായിട്ട് വാർഡ് മെമ്പർ ശ്രീ ലക്ഷ്മണൻ, ശ്രീജ, അസിക്ക തുടങ്ങിയ ഇവിടെ പങ്കെടുത്ത ഏകദേശം 70ഓളം വരുന്ന കമ്മിറ്റിക്ക് കീഴിലുണ്ടായി. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ എല്ലാ സ്നേഹമതിയായിട്ടുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ഇതൊരു
അഭ്യർത്ഥനയെ കണ്ടുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയും വേഗം തന്നെ ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും അത് അവനാൽ കഴിയുന്ന സംഖ്യ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. കിഴക്കേടം മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത്. മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര യജ്ഞവേദിയിലേക്ക് നീങ്ങി. നവംബർ 17 വരെയാണ് യജ്ഞം. ക്ഷേത്ര സേവാസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ പ്രസാദഊട്ടും നടത്തിവരുന്നുണ്ട്. ഗോപന്മാരൊക്കെ ചെന്നപ്പോഴേക്ക് പാമ്പിന്റെ ശരീരമൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ചത്ത പാമ്പിനെ പോലെയായിരിക്കും. എന്നാലും അവര് വേറെ വിചാരിച്ചിട്ട് എന്തായാലും കൃഷ്ണൻ ചെയ്ത ഈ വീരകൃത്യത്തെ ഗോകുലത്തിൽ ചെന്ന് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പാമ്പിന്റെ ശരീരം വലിയ കോയിലൊക്കെ കെട്ടി ഉയർത്തിപ്പിടിച്ച് ആർപ്പ് വിളിച്ച് കൃഷ്ണൻ ചെയ്ത ആ വീരകൃത്യത്തെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടാണ് വൃന്ദാവനത്തിലെത്തിയത്. വ്രജത്തിൽ വന്ന് എല്ലാവരോടും പറഞ്ഞത് കൃഷ്ണൻ ഇന്ന് കൊന്നു പാമ്പിനെ എന്ന് പറഞ്ഞ് അവിടെ മുമ്പിൽ കൊണ്ടിട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയരായ എടപ്പലം PTM YHSSന് ഇരട്ട കിരീടം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ജനറൽ വിഭാഗങ്ങളിലാണ് എടപ്പലം കിരീടം ചൂടിയത്. കൊപ്പം GVHSSും പരുതൂർ ഹൈസ്കൂളും HS ജനറൽ വിഭാഗത്തിൽ 2ാം സ്ഥാനം പങ്കിട്ടു. ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിൽ നടുവട്ടം ജനതാ സ്കൂളിനാണ് 2ാം സ്ഥാനം. സമാപന ചടങ്ങിൽ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജ് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ VK മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം CA ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കുഴൽമന്ദം ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. ഓവറോൾ പോയിന്റ് നിലയിൽ 430 പോയിന്റോടെ CA ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. കോട്ടായി GHSS 2ാം സ്ഥാനത്തും പെരിങ്ങോട്ടുകുറിശി GHSS 3ാം സ്ഥാനത്തും തുടരുന്നു. സമാപന സമ്മേളനം ഇന്ന് വൈകുന്നേരം നടക്കും. കുഴൽമന്ദം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഷൊർണൂർ സ്വദേശി KC ബാലകൃഷ്ണന് ബിരിയാണി ചലഞ്ചിലൂടെ INTUCയുടെ കൈത്താങ്ങ്. INTUC ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി സമാഹരിച്ച 20,000 രൂപ ബാലകൃഷ്ണന് കൈമാറി. ബിരിയാണി ചലഞ്ചിന് INTUC ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് TS വിനയകുമാർ നേതൃത്വം നൽകി. ഭാരവാഹികളായ പാറുക്കുട്ടി, വിൻസെന്റ്, ദിനേശൻ, സജി, മുരളി, സരോജിനി, കാർത്യായനി, മോഹനൻ, വത്സല, ശാന്ത, വിഷ്ണു, സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. BJP യുവനേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാർട്ടി മാറ്റം BJP നേതൃത്വത്തോട് ഇടഞ്ഞ്. KPCC ഭാരവാഹികളുടെ വാർത്താസമ്മേളനത്തിനിടെ നാടകീയമായി വേദിയിലേക്ക് എത്തിയ സന്ദീപ് വാര്യരെ K സുധാകരൻ ഷാൾ അണിയിച്ച് വരവേറ്റു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വയനാടിനായി ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. SDRFൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ടെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ ആ പണം വയനാട്ടിൽ ചെലവഴിക്കാൻ രേഖാമൂലം ഉത്തരവിറക്കാൻ തയ്യാറുണ്ടോ എന്നും K രാജൻ. പാലക്കാട്ടെ ഇരട്ട വോട്ട് വിഷയത്തിൽ BJP ഹൈക്കോടതിയിലേക്ക്. നിയമവശങ്ങൾ പരിശോധിച്ച് തിങ്കളാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. ഇരട്ട വോട്ട് ഉൾപ്പെടെ വ്യാജ വോട്ടുകൾ ഒഴിവാക്കിയാൽ NDA 1,00,000 വോട്ടിന് വിജയിക്കുമെന്നും C കൃഷ്ണകുമാർ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായും RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയവരുടെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തിയെന്ന് ആരോപണം. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗരേഖയ്ക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ പ്രതീകാത്മക പൂരം. ആനയ്ക്ക് പകരം ആളുകൾ നെറ്റിപ്പട്ടം പിടിച്ച് വടക്കുന്നാഥന്റെ തെക്കേ ഗോപുര നടയിൽ നിരന്നുനിന്നു. കോടതി നിലപാടിനെതിരെ പൈങ്കുളം, വാഴാലിക്കാവ് ദേവസ്വവും രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.